നമുക്കൊരു നാടൻ ഒഴിച്ചുകറി കണ്ടാലോ? വളരെ സിമ്പിളാണ്. പണ്ടത്തെ ഇല്ലങ്ങളിലെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത്. മിക്ക വീടുകളിലും ഇത് തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് സജസ്റ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാലും ഏകദേശം എല്ലാം സെയിം ആണ്. ആദ്യം നമ്മളൊരു 3 വറ്റൽമുളക് എടുത്തു. വറ്റൽമുളക് ഇത് എരിയുള്ളത് കൊണ്ടാണ് ഒരു 3 എണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എരി ഇല്ലാത്തതാണെങ്കിൽ ഒരു 5-6 എണ്ണമെങ്കിലും എടുക്കുക. അപ്പോൾ നല്ല കളർ കിട്ടും. അതിനുശേഷം നമ്മൾ തുമര എടുത്തു. തുമര നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ റോസ്റ്റായി ഇതൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നിങ്ങളിത് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഒരു നന്നായിട്ട് ബ്രൗൺ കളർ ആയി വന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ വാഷ് ചെയ്തിട്ട് കുക്കറിലാക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കറിൽ നമ്മൾ ഒരു എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഉപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ അത്യാവശ്യം നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് പിന്നെ നമ്മൾ ഗ്രേവിയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക. കുക്കായതിന് ശേഷം നമ്മൾ ഇതും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഇതിനനുസരിച്ച് തേങ്ങ കൂട്ടിയും കുറച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മുളകും ഇപ്പം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന തുമരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് പുളിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുളി ഓപ്ഷണലാണ്. ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. പണ്ട് കാലങ്ങളിൽ പുളിയൊന്നും അധികം അവർ ആഡ് ചെയ്തിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുളി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് പുളിയും കൂടി ചേർമ്പോൾ ടേസ്റ്റ് തോന്നിയത് കൊണ്ടാണ് ഞാൻ പുളി ആഡ് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, വറ്റൽമുളകിന് കളറൊക്കെ കുറവായതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പാനിൽ ഒരിച്ചിരി എണ്ണ ഒഴിച്ച് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ടില്ലേ, ആ കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കൂടി നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓവറായിട്ട് തിക്കുമല്ല എന്നാൽ ഒത്തിരി ലൂസും അല്ല, ആ ഒരു രീതിയിൽ ആണ് നമുക്ക് വേണ്ടത്. അതനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കുക. ഓൾറെഡി ഇതെല്ലാം കുക്കായിട്ടായതുകൊണ്ട് അധികം ടൈമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് നമുക്ക് തയ്യാറായി കിട്ടും. പിന്നെ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലൊക്കെ നന്നായിട്ട് തന്നെ ഇട്ടോ. കറിവേപ്പിലയൊക്കെ ആ ഒരു മണമൊക്കെ നല്ലതായിരിക്കും ഒരു കറിക്ക്. അപ്പം കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക. പിന്നെ നമ്മളിനി അടുത്തതൊന്ന് കടുക് താളിച്ചെടുക്കാം. അതിന് വേണ്ടി നമ്മൾ കുറച്ച് നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പം നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആയാലും യൂസ് ചെയ്താൽ മതി. കുറച്ച് നെയ്യ് എടുക്കുക. അതിലേക്ക് നമ്മൾ കടുക്, അതുപോലെ തന്നെ ജീരകം, കറിവേപ്പില, ഇത്ര ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇച്ചിരി കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നുള്ളത് കായം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കായം എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. കായം നല്ലൊരു ഫ്ലേവർ തരും. അതുകൊണ്ട് കായം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. കായം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കായം കൂടി ആഡ് ചെയ്തതിന് ശേഷം അതും കൂടി നമ്മൾ ഈ ഒരു കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമുക്ക് നല്ല ടേസ്റ്റി, അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ ആ പരിപ്പ് വേവുന്ന അത്ര ഒരു ടൈമേ എടുക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പുളി എൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക്